റൈസ് ഉണ്ട്, പിന്നെ 4 മിക്സ് ഫ്രൂട്ട് ലസ്സിയാണ് ഇതിനകത്ത്. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാമോ? നമ്മളെ UP-യിലാണ് 2 ദിവസമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വാരണാസിയിലാണ്. അതായത് മുമ്പത്തെ ബനാറസ്, കാശി എന്നൊക്കെ പറയാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ പറയുന്ന ബനാറസിലാണ്, അതായത് വാരണാസിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വാരണാസിയിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോണത്. കുറേ ഗട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആ ഗട്ട്സൊക്കെ ഉള്ളൊരു ഭാഗം ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ച സമയമായി. അപ്പോൾ ഗട്ട്സിൻ്റെ ഒരു ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ആ ഗട്ട്സിൻ്റെ ആ സൈഡ് വഴി നമുക്ക് നടന്ന് പോകും. ഈ വരുന്ന വഴിയുണ്ടല്ലോ, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് കുറേ വഴികളുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് അതിലൊരു വഴി. അപ്പോൾ നമുക്ക് നേരെ ഗട്ട്സിൻ്റെ അങ്ങോട്ട് പോകാം. നമ്മളൊരു ഗട്ടിൻ്റെ ഭാഗത്തോട്ടെത്തി. ഇതുണ്ട് കൊച്ചു റോഡ് വഴി, ഇതുവഴി ഉള്ളിൽ നിന്ന് നടന്നാണ് വന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ. ഇവിടെ ഫുള്ള് ഹോസ്റ്റലുകൾ സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഒരുപാട് ഹോസ്റ്റൽ അവൈലബിൾ ആണ്. ഡോർമെട്രി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡോർമെട്രി ഹോസ്റ്റൽസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. റൂമിനേക്കാളും ചീപ്പുമാണ്. നമുക്ക് കുറേ ഫ്രണ്ട്സിന് സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇവിടെയുള്ള റൂഫ് ടോപ്പ് മറ്റേ റെസ്റ്റോറൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽസൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഗട്ടിൻ്റെ ആ ഭാഗത്തോട്ട് ഇറങ്ങുന്നുണ്ടോ. വലിയ തിരക്കൊന്നുമില്ല. രാവിലെയും വൈകുന്നേരമാണ് നല്ല തിരക്കെന്ന് പറയുന്നത്. കാരണം ആ സമയത്താണ് ഗംഗാ ആരതി നടക്കുന്നത്. ഗംഗാ ആരതി ഉണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്കത് കാണാൻ പറ്റുമെങ്കിൽ എന്തായാലും കാണണം. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. 6 മണിക്കാണ് ഗംഗാ ആരതി തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ഗട്ടിൻ്റെ ഒരു ഭാഗമുണ്ട്. പിള്ളേരൊക്കെ അവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിലൊക്കെ കുറേ കാഴ്ചക്കാരൊക്കെ ഉണ്ട്. കൂടുതലും ഫോറിനേഴ്സാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടതും. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കെല്ലാം ഇവിടെ കൂടുതലും ഫോറിനേഴ്സായിരുന്നു മൊത്തം. ഞാനിപ്പോൾ നിൽക്കുന്നത് തുളസി ഘട്ടിലാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നത് തുളസി ഘട്ടിലാണ്. അപ്പോൾ കണ്ടില്ല, ഇവിടെ ഫുള്ള് ബോട്ടിങ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ ബോട്ടിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ഈ ഗട്ട്സിൻ്റെ ആ എൻഡ് വരെ നമ്മളെ കൊണ്ട് ചുറ്റി റൗണ്ട് അടിച്ചുകൊണ്ട് വരും. ഫാമിലി ആയിട്ട് പോകുന്ന, ഫാമിലി അല്ല ഗ്രൂപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ 60 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് അകത്തൊക്കെ ആവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ കണ്ടില്ല, ഇതാണ് തുളസി ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ ആൾക്കാരെല്ലാം കുറച്ച് ബിസി ആയിട്ട് നിൽക്കുകയുണ്ട്. എല്ലാവരും ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. രാവിലെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഗംഗാരതിയുടെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് തിരക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഫോറിൻ സായിപ്പ് ഒന്ന് പടം വരയ്ക്കുന്നുണ്ടോ. എൻ്റെ ക്യാൻവാസിൽ, പുള്ളിക്കാരൻ്റെ ക്യാൻവാസിൽ വരച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു പോർഷനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ വന്നത് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ 1-2 മെയിൻ ഗട്ടുകളാണുള്ളത്. ഒരുപാട് ഗട്ട്സ് ഉണ്ട്. അതിനകത്ത് 1-2 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. അതിലൊരെണ്ണമാണ് ഈ തുളസി ഘട്ടും ഇതിൻ്റെ അപ്പുറത്തുള്ള അസി ഘട്ടം എന്ന് പറയുന്നത്. ഇത് രണ്ട് ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് ഈ അറ്റം തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ ഒരു വാക്ക് വേ വഴി നടന്നു പോകാൻ പറ്റും. ഫുള്ള് നമുക്ക് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പറ്റും. കണ്ടില്ല, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ല. ഇതൊക്കെ കുറച്ചൊക്കെ ഹോട്ടലും റിസോർട്ടും അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. ഹോട്ടലല്ല, ഹോസ്റ്റലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി നേരെ നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം. അപ്പോഴത്തേക്ക് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഗംഗാരതി സ്റ്റാർട്ട് ചെയ്യും. കണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. ക്യാൻവാസിൽ വരച്ച പിക്ചേഴ്സൊക്കെ വിൽക്കാൻ വെച്ചേക്കുക. ഇതുണ്ടോ, കുറേ പേര് ഒന്ന് ബോട്ട് വലിച്ച് കയറ്റുന്നുണ്ടോ. ആ ഗംഗാ റിവറിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ച് കയറ്റും. എനിക്കൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബോട്ട് വലിച്ച് കയറ്റുക. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടുവന്നൊരു ബോട്ടിൻ്റെ പടം ആ പുള്ളിക്കാരൻ വരച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുപോലെ ഈ ബോട്ടിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, അടിയിലും എല്ലാം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വലിച്ച് കയറ്റുന്നതാണോ തോന്നുന്നുണ്ടോ. എല്ലാവരും കൂടെ ചേർന്നൊന്ന് വലിക്കുന്നുണ്ടോ. പിള്ളേരൊക്കെ പോയിന്ന് കൂടെ വലിക്കുന്നുണ്ടോ. പിള്ളേരൊക്കെ കണ്ടില്ലേ. ഇതുണ്ട് ഇവിടെ കുറേ ഫോട്ടോസ് വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇതെല്ലാം ഇവർ വരച്ച് വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ. താഴെയൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഫോട്ടോസ് വരച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ വരയ്ക്കുന്ന ചേട്ടനെ കണ്ടു. ഇവിടെ ഇരുന്ന് പുള്ളിക്കാരൻ വരച്ചുകൊണ്ടിരിക്കുക കണ്ടോ. ഈ ഗട്ട്സിൻ്റെ ഫോട്ടോ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗട്ടിൻ്റെ ഫോട്ടോ വരച്ചിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുക. സാധനം ഇതിനെല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഞാൻ നേരത്തെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് അവിടെ നിന്ന് വാങ്ങാൻ നോക്കിയപ്പോൾ തന്നെ 200 രൂപയൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാം വരച്ച് വെച്ചേക്കുണ്ടോ. എല്ലാം ക്യാൻവാസിൽ വരയ്ക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ ചെറുതാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ പീസ് ഉണ്ടോ താഴെ ഇരിക്കുന്നത്, ഈ ചെറിയ പീസ് വരച്ചുകൊണ്ടിരിക്കുക അവർ. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്ടോ. ഇവിടെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ചായ, മാഗി അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മാഗി വാങ്ങാം. പുള്ളിക്കാരൻ കണ്ടോ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുക. മാഗിയും ചായയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മാഗി വാങ്ങാം. എന്നിട്ട് ഇവിടെ ഇരുന്ന് കായലും നോക്കിയിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്കുള്ള മാഗി കോരിയിടുന്നുണ്ടോ. നല്ല അടിപൊളിയായിട്ട് മാഗി കൊണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി അതിനകത്തൊരു സ്പൂൺ ഇട്ടെങ്കിൽ തന്നാൽ മതി. ഇവിടെ കാറ്റൊക്കെ കൊണ്ട് തിന്നാം. താങ്ക് യു. നമുക്കുള്ള മാഗി കിട്ടി. നമുക്ക് ഇവിടെ ഇരുന്ന് കായലൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ. കണ്ട് ഇവിടെ ഉണ്ടോ ബോട്ട് റൈഡിന് പോകുന്ന 2 പേരൊക്കെ ഉണ്ടോ. അപ്പോൾ നമുക്കിവിടെ തറയിരുന്ന് മാഗി കഴിക്കാം. നമ്മളങ്ങനെ മാഗിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടോ, ഇത് വേറൊരു ഘട്ട, മാധവ അനന്തായമയി ഘട്ട് കണ്ടോ. ഇത് കണക്കത്തെ ഒരുപാട് ഘട്ടുകളുണ്ട് ഇവിടെ. കണ്ടോ ബോട്ടിങ് നല്ല രീതിക്ക് ബോട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ഈവനിങ്ങും മോർണിംഗാണ് ബോട്ടിങ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. കാരണം
രാവിലത്തെ ആ ഒരു സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന ആ ഒരു വ്യൂ കാണാനും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ തുടങ്ങും. പിന്നെ അതാണ് അങ്ങനെ ഗംഗ ആരതി അതൊക്കെ തുടങ്ങും. അപ്പോൾ അതൊക്കെ ബോട്ടിലിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പം ബോട്ടിംഗ് ഒക്കെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ആക്റ്റീവ് ആകുന്നുണ്ട്. ഇപ്പം വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ നടക്കും. ഓരോ ഘട്ടം ഇവിടെ കണ്ടില്ല, ഓരോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. ശിവനും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. എനിക്കൊന്നത് കാളിയാന്ന് തോന്നുന്നു. ഇത് കുറേ പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പഴയ ബിൽഡിങ്ങുകളൊക്കെ. ഇവിടെയാണ് ഗംഗാരതി നടക്കാൻ പോണത്. ഇത് ഇവിടുത്തെ ഒരു ഘട്ടമാണ്. ഇതുപോലെ 2-3 ഘട്ടമുണ്ട്. മെയിനായിട്ടുള്ള ഘട്ടങ്ങളിലാണ് ഈ ഒരു ഗംഗാരതി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗംഗാരതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടുള്ള ഒരുക്കങ്ങളുണ്ടോ, പൂവൊക്കെ എല്ലാം പിച്ചി ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അവിടെ കണ്ടോ വിളക്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ 5:30 ആവാറായിട്ടുണ്ട്. 6 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ അത് വെയിറ്റ് ചെയ്തായി ഇരിക്കുന്നത്. നമ്മൾ ഇവിടെ വേണം ഇരിക്കാനായിട്ട്. ഇവിടെ ആയിരിക്കും ഗംഗാരതി നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ ഇരുന്ന് കാണാം. ആൾക്കാരെല്ലാം ഇപ്പോൾ ബോട്ടിൽ കയറും. അതുകൊണ്ട് ആ ബോട്ടിലൊക്കെ കണ്ടില്ല സീറ്റൊക്കെ ഇട്ടേക്കുന്നത്. ആ ബോട്ടിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റും. പക്ഷേ ബോട്ടിലൊക്കെ അവർ എക്സ്ട്രാ ചാർജ് നല്ല രീതിക്ക് വാങ്ങും. അപ്പോൾ ഇവിടെയാണ് ഗംഗാരതി നടക്കാൻ പോകണം. അതിൻ്റെ വിളക്കൊക്കെ കണ്ടില്ല, ആ സർപ്പത്തിൻ്റെ പോലത്തെ വിളക്കൊക്കെ ഉണ്ടോ. ആൾക്കാരെല്ലാം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഗായ്സ് അങ്ങനെ തൊട്ടടുത്ത ദിവസമായി, 2ാമത്തെ ദിവസമായി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് ഒരു ബോട്ട് റൈഡ് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഗഡ്സിൻ്റെ ഭാഗത്തോടെ പോകണം. നമ്മൾ ഇന്നലെ പോയ ആ ഗഡ്സിൻ്റെ അവിടെ, തുളസി ഗഡ്സിൻ്റെ അവിടെ നമുക്ക് ബോട്ട് എടുത്തിട്ട് പോകാം. ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കിഡിലൊരു ഇഡലി ഷോപ്പുണ്ട്. ഞാൻ ഇന്നലെ ഇവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇഡലിയും ചട്നിയൊക്കെ കിട്ടും. നല്ല ആൾക്കാർ തിരക്കൂട്ടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഗായ്സ് അങ്ങനെ നമുക്കുള്ള ഇഡലി കിട്ടിയുണ്ടോ, 2 ഇഡലിയും പിന്നെ ചമ്മന്തിയാണ്. ഇത് തേങ്ങാ ചമ്മന്തി അല്ല, ഇവിടെ മറ്റേ ഉഴുന്നോ അവയോ എന്തോ അങ്ങനത്തെ സംഭവം മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തിയാണ്. ഇവിടെ തേങ്ങ അങ്ങനെ അരക്കത്തില്ല, തേങ്ങയല്ല. പിന്നെ പുതിനയല്ല ചട്നിയുണ്ട്. കണ്ടു 2 ചട്നി. ഇത് കഴിക്കാനാണ് ഇത്രയും ആൾക്കാർ, ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് മുമ്പോട്ട് പോവാം. മുമ്പോട്ട് ബോട്ട് റൈഡിലൊക്കെ ആയിട്ട് പോവാം. പിന്നെ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ള നേരം കിട്ടത്തില്ല. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. കാണിച്ചു തരാമോ? അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ വന്നത്. ആണോ? അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 25 രൂപയായുള്ളൂ ഈ ഒരു പ്ലേറ്റ് ഇഡ്ഡലിക്ക് നടക്കാണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ നമുക്ക് നടക്കാം, തുളസി ഘട്ടിലോട്ട് നടക്കാം. അവിടുന്ന് വേണം നമുക്ക് ബോട്ട് റൈഡ് എടുത്ത് പോകാൻ. ഇന്നലെ രാവിലെ ഒന്നും ഇത്ര തിരക്കില്ലായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇന്ന് വല്ല വിശേഷ ദിവസം വല്ലതും ആണോന്ന് അറിയത്തില്ല. നല്ല തിരക്കൊക്കെ ഉണ്ട്. ചെറിയ തണുപ്പുമുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സമയം ഒരു 8-8:30. അപ്പം വെയിൽ വന്നത് കാരണം തണുപ്പ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലാം ബോട്ടിൽ കയറാനൊക്കെ ഇനി തിരക്ക് കാണില്ലെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇന്നലെ പോയ ആ സെയിം സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. ബോട്ട് റൈഡ് അടിപൊളിയായിരിക്കും. ഇന്നലെ രാവിലെ ഞാൻ ബോട്ട് റൈഡ് പോയായിരുന്നു. ഇന്നലെ വന്നപാടെ റൂം ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം ആയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ബോട്ട് റൈഡൊക്കെ പോയായിരുന്നു. പക്ഷേ ക്യാമറ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതാണ് ജസ്റ്റ് പോയി വന്നതുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്നൊന്നും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാം, പിന്നെ ഒന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ പോകുന്നതാണെന്ന് കണ്ടോ. നമ്മൾ ആ ഒരു ഗഡ്സിൻ്റെ ഭാഗത്തെത്തി. രാവിലത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഈ രാവിലെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു ഗംഗ ആരതിയൊക്കെ രാവിലെ 6 മണിക്കും ഉണ്ട്. കണ്ടോ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നത് രാവിലെ വരുന്നത്. നല്ല വെളിച്ചം. നമുക്ക് ഇങ്ങോട്ടാണ് വെട്ടം അടിക്കുന്നത്. കണ്ടോ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭംഗി രാവിലെ കാണാനാണ് നല്ല രസം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിങ്ങിന് പോകണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ പിടിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ബോട്ടിൽ കയറ്റും. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് നടന്നാൽ മതി. ഒരുപാടുണ്ട് ബോട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടുകാരെ വിളിക്കും, നമുക്കതിൽ കയറാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് കിട്ടി. ഈ ഭാഗത്തും ഗംഗാരതി നടക്കുന്നുണ്ട്. കണ്ടില്ല, അവർ കൊടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ പിടിച്ച് തന്നെ ഈ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. 50 രൂപയാണ്. നമുക്ക് ഇന്നലെ പോയ അതേ സെയിം ബോട്ടാണ്, പക്ഷേ കുറച്ച് ചെറിയൊരു ബോട്ട്. അപ്പോൾ ഈ ബോട്ടിലല്ല, ഈ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. ഈ ബോട്ട് ഫില്ലാകുമ്പോഴത്തേക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. രാവിലെ കണ്ടില്ല ആ ഒരു മറ്റേ പക്ഷികളൊക്കെ കിടന്ന് പറക്കുന്നുണ്ടോ. ഇത് രാവിലെ കൂടുതലായിട്ട് കാണത്തുള്ളൂ. ഈവനിങ്ങിനേക്കാൾ കൂടുതൽ രാവിലെ ഉള്ളത് കണ്ടോ. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക ഈ ഒരു ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.
കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഫില്ലായാലേ ഇവരെടുക്കത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ അവർക്ക് നഷ്ടമല്ലേ. അവിടെ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കും ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ഏതെങ്കിലും ഒരു സീറ്റിലിരിക്കാം, എന്നിട്ട് ബോട്ട് എടുക്കുമ്പോൾ ബാക്കി കാശുകളാണ്. ഇതുണ്ട്, നമ്മൾ ബോട്ട് എടുത്ത് എല്ലാവരും കയറി ഫുള്ള് ചുറ്റിനെ കണ്ടോ, കിളികൾ ചുറ്റായ കണ്ടിന് മൊത്തം കിളികൾ നടന്ന് നടക്കുന്നുണ്ടോ. ഇതിവിടെ ഈ വിൻ്റർ സമയത്ത് മാത്രം കാണുന്നതെന്ന് വേണ്ടി ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ ബോട്ടിലെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക. എന്തായാലും ഫുഡുണ്ട്, ഞാനും ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഫുഡ് നമ്മൾ വാങ്ങി, അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ ഇതിങ്ങനെ വന്നുണ്ടോ, മൊത്തം അടിപൊളിയല്ലേ കാണാൻ. അടിപൊളിയല്ലേ. എല്ലാവരും കണ്ട ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. എല്ലാവരും ഫോട്ടോ എടുത്തോണ്ട് എല്ലാവരും കയ്യിലുള്ള ഫുഡെല്ലാം തീർന്നു. അതാണ് തിരിച്ച് ആ ഒരു ബേഡ്സ് എല്ലാം അവിടെ തന്നെ നിൽക്കുന്നത്. ഒരുപാടുണ്ട്. നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴേ ഇത് വരത്തുള്ളൂ. അതിലെ ഫുഡ് നമ്മൾ വാങ്ങി വെക്കുന്നു. എല്ലാവരും ഇട്ടിട്ടെല്ലാം തീർന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഇത്രയും പേരുണ്ട് ബോട്ടിൽ കേട്ടോ. ഫുള്ള് പറന്ന് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഫുഡൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു കരയിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ഇറങ്ങണമെന്നുള്ളവർക്ക് അവിടെ ഇറങ്ങാം. അവിടെ ഹോഴ്സ് റൈഡും ക്യാമൽ റൈഡ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഈ ഗട്ടിൻ്റെ ആ സൈഡിലോട്ട് പോയിട്ട് അങ്ങേ അറ്റത്തെ ഗട്ട് വരെ പോകും. എന്നിട്ട് അവിടുന്ന് പിന്നെ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തിരിച്ചുകൊണ്ട് ഇറക്കും. അങ്ങനെയാണ് ഇത് ഒരു വകുപ്പെന്ന് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ മോട്ടറിൻ്റെ സൗണ്ടാണ്, ഭയങ്കര സൗണ്ടാണ്. നല്ല ഫുഡിൻ്റെ കൊടുക്കുന്നുണ്ടോ, ഫുഡ് നന്നായിട്ട്. കണ്ടോ, നമ്മൾ ആ ഗഡ്സിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വശത്തൂടെ പോകുന്നത്. തിരിച്ച് അവിടെ പോയിട്ട് റിട്ടേൺ വരാൻ നേരത്തെ നമുക്ക് ആ ഗഡ്സിൽ ചേർന്നാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിക്ക് അത് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഒരുപാട് ബോട്ടുണ്ട് രണ്ട് സൈഡിലും. ഇത് പേഴ്സണലായിട്ട് എടുക്കുന്ന ബോട്ടുകളാണ്. ഇതിന് റേറ്റ് നല്ല കൂടുതലേക്ക് ഒരു ബോട്ടിന് 600 രൂപ 700 രൂപയൊക്കെയാണ്. ഇന്നലെ ആ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ നമുക്ക് എവിടെ വേണോ പോയാൽ എവിടെ വേണോ നിർത്തി തരും. ആരുണ്ട്, അരമണിക്കൂർ അതിൻ്റെ റേറ്റ്. ഇതൊക്കെ അല്ലാതെ ഗ്രൂപ്പായിട്ട് പോകുന്ന ബോട്ടുകളാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നില്ലേ, ഇതെല്ലാം ഗ്രൂപ്പായിട്ട് പോകുന്ന ബോട്ടുകളാണ്. അല്ലേ, നല്ല എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്, വെയിലുണ്ട്. ഇപ്പം സത്യം വേണം 10 മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വെയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ചൂടില്ല ഒട്ടും. നല്ല കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് വേണോ എടുത്തിട്ട് ഈ ഒരു ഗംഗാ റിവറിൽ ഇതുപോലെ നമുക്ക് ബോട്ടിങ്ങിന് പോവാം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു സാധനമാണ്. കാരണം അത്രയും അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മോശമാണ്. കണ്ടില്ലേ, ഇവിടെ കണ്ടോ കുറേ കിളികൾ അവരവിടെ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ പോവുകയുണ്ടോ, ഒരുപാടുണ്ട്. നമ്മൾ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മളെ കൂടെ ഇങ്ങനെ വരും. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. എല്ലാവരും ഇങ്ങനെ ഫുഡ് ഫീഡ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ആ ഗഡ്സിൻ്റെ അടുത്തോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അങ്ങനത്തുള്ളത് മണികർ ഗട്ടോ അങ്ങനെ എന്തോ ആണെങ്കിൽ ഒരു പേര് പറഞ്ഞാൽ ഞാനത് വിട്ടുപോയി. അപ്പോൾ ആ ഗഡ്സിൻ്റെ അവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ അവിടെ വരെയാണ് നമ്മൾ ഈ ബോട്ട് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് റിട്ടേണിങ് വരും. റിട്ടേൺ നമ്മൾ കയറിയ ഭാഗത്തോട്ട് തിരിച്ചു പോകും. റിട്ടേൺ പോകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഗഡ്സിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഇരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് നല്ലതായിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും ഓരോ ഗഡിൻ്റെ. ആ കാണുന്ന ഗഡിൽ ആളെ ഇറക്കി. അവിടെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ടെമ്പിളിലേക്ക് ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ തിരിച്ച് ഈ ഗഡ്സിൻ്റെ സൈഡ് പിടിച്ച് നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ കണ്ടില്ല, ഇവിടെ നമുക്ക് ഈ സൈഡിലുള്ള ഗഡ്സിലെല്ലാം കണ്ടില്ല ആൾക്കാർ ഈ ഗംഗാ നദിയിൽ കുളിച്ച് ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കണ്ടോ. ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലത്തെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ബോട്ടുകളെല്ലാം ലൈറ്റൊക്കെ ഇട്ട് രാത്രി സവാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലത്തെ ഇപ്പം എല്ലാം അണഞ്ഞു വരിക. കാരണം ഒരു 10 മണി വരെയൊക്കെ ബോട്ടിങ്ങൊക്കെ ഭയങ്കര രീതിക്കുള്ളൂ. പിന്നെ ഉച്ച സമയത്തൊന്നും വലിയ ആക്റ്റീവ് ആയിരിക്കത്തില്ല ഇവിടെ. ശരിക്കും ബോട്ടുകൾ നടക്കുന്ന ഒരുപാട് ബോട്ടുകളുണ്ട് കണ്ടോ. ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു ഘട്ടം. നമ്മൾ ഇന്നലെ ഗംഗാരതി കണ്ടില്ലേ, ഗംഗാരതി കണ്ടത് ഈ ഒരു ഘട്ടം വെച്ചാണ്. ഈ ബോട്ടൊക്കെ ഇന്നലെ രാത്രി ഫുൾ ആൾക്കാരൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു ഗംഗാരതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ ഘട്ടിൽ വെച്ചാൽ അത് ഇന്നലെ നമ്മൾ കണ്ടത്. 2 സൈഡിലായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഉണ്ട് 2 സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ഇന്നലെ നടക്കുന്നുണ്ടായിരുന്നു ഗംഗാരതി. അപ്പം ഇന്നലെ ആദ്യം നടന്ന അവിടെയാണ്, നമ്മൾ അവിടെ ഇരുന്നാണ് കണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ ബോട്ടുകളൊക്കെ ഒതുക്കിയിട്ടേക്കുക. കാരണം അവരുടെ സഫാരി സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകിട്ടായിരിക്കും കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നത്. അവിടെ എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഈ ഗംഗയിൽ ഇറങ്ങി കുളിക്കുന്നവരാ മൊത്തം കണ്ടോ. എല്ലാം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ.
പിന്നെ നമുക്ക് ആ ഒരു ടെമ്പിൾ കണ്ടില്ല, നമ്മൾ ആ ബോട്ട് പോയിന്റ് ഇറങ്ങി ആ ഒരു ടെമ്പിളിന് അപ്പുറത്തോട്ടൊക്കെ പിന്നെ ഈ ആൾക്കാരെ ദഹിപ്പിക്കുന്നതും ഈ ക്രിമേഷൻ ഏരിയയാണ് അങ്ങോട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങോട്ട് അതിൻ്റെ ആണ് നമുക്കത് നടന്നു പോയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം. പിന്നെ ഈ ഗഡ്സിൻ്റെ ഇടയ്ക്കും അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്, ഞാനത് വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. കണ്ടില്ല ആൾക്കാരൊക്കെ ഉണ്ട് തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കാനിട്ടേക്കുന്നത്. ഇവിടെ ഒരുപാട് മറ്റേ സന്യാസിമാർ, അവരെന്ത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, സന്യാസിമാരെ പോലെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തി മറ്റേ യോഗിയോ അങ്ങനെ എന്തോ ആണോ പറയുന്നത്, അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഈ സൈഡിലൊക്കെയാണ് താമസിക്കുന്നത്. ഇവിടെ ടെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ തറയിൽ തുണിയൊക്കെ വിരിച്ചിട്ട് ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. എന്നിട്ട് അവർ ഫുഡൊക്കെ പാചകം ചെയ്ത് ഈ ഗഡ്സിൽ തന്നെ താമസിക്കുന്നത്. അവരിങ്ങനെ കുളിക്കുകയും എന്നിട്ട് അതുപോലെ ഇങ്ങനെ തുണിയൊക്കെ അവരുടെതൊക്കെ ഈ ഉണക്കാനൊക്കെ ഇട്ടേക്കുന്നതൊക്കെ. ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നവരുണ്ട്, ഈ ഗഡ്സിൽ തന്നെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേര്. ഇവിടെയൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ കുളിച്ചോണ്ടിരിക്കും. എല്ലാവരും ഗംഗയിലിറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. കണ്ടോ ഒരുപാടുണ്ട് പേര്. ഫുള്ള് ഈ ഒരു ഗഡ്സിൽ ഫുള്ളും ഇങ്ങനെ ആൾക്കാർ കുളിക്കുന്ന കാണാൻ പറ്റും നമുക്ക്. കണ്ടോ ഇവിടെ എങ്ങും അധികം ബോട്ടിംഗ് ഒന്നും ഇങ്ങോട്ടൊന്നും വലിയ രീതിക്കില്ല. കണ്ടോ ഇവിടെ ഒന്നും ബോട്ടുകളൊന്നും വന്ന് നിൽക്കുന്നത് കാണുന്നില്ല. നമുക്ക് ആ ബോട്ടുകൾ പോകുന്നത് ആ മെയിൻ 2 പോയിന്റുള്ള ബോട്ടുകൾ പോയി നിൽക്കുന്നത്. ബാക്കി ഇതെല്ലാം നമുക്കിങ്ങനെ നടന്ന് കാണാം. ഫുള്ളായിട്ട് നമുക്ക് അറ്റം തൊട്ട് ഈ അറ്റം വരെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ ഒരു വ്യൂ കാണാൻ പറ്റുന്നുള്ളൂ. നടന്നു പോകുമ്പോഴത്തേക്ക് ഇത്രയും നമുക്ക് ഭംഗി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതുണ്ട്, ഇത് ഈ ഗഡ്സിന് ഇടയ്ക്കുള്ള ഒരു മറ്റേ ആൾക്കാരെ, മരിച്ച ആൾക്കാരെയൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലം, ക്രിമിഷൻ ഏരിയയാണ്. കണ്ടോ ഇവിടെ ഇന്നലെയൊക്കെ നമ്മളിവിടെ ഈവനിങ് വന്നപ്പോഴത്തേക്ക് 2 സൈഡിൽ ഇവിടെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരെണ്ണം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഈ കത്തിക്കുന്ന ആൾക്കാർ ഇവിടുന്ന് പിന്നെ ചാരവും കൊണ്ട് ഇങ്ങനെ പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട്. കണ്ടോ അവിടെ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഗഡ്സിന് ഇടയ്ക്ക് ഇതൊരെണ്ണമാണ് ഞാൻ കണ്ടത്. നല്ല വെയിലായിട്ടുണ്ട്, വെയിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ചൂടായി. അപ്പോൾ ഇതിനകത്ത് വിയർക്കും. അതിൻ്റെ കൂടെ ഈ ഒരു ലൈഫ് ജാക്കറ്റും കൂടെ ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ പുഴുങ്ങോ ഇതിനകത്ത്. രാവിലെ തണുപ്പുള്ളതുകൊണ്ട് എടുത്തിട്ടതാണ്. ഊരി വെക്കാനായിട്ട് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് തിരിച്ച് ഊരി വെക്കണം, നല്ല ചൂടുണ്ട്. ഇങ്ങനെ നമ്മളെ ബോട്ട് തിരിച്ചെത്തി. നമ്മൾ കയറിയെടുത്ത് തന്നെ അവർ തിരിച്ചുകൊണ്ട് ഇറക്കി. കണ്ടോ തിരിച്ചുകൊണ്ട് ഇറക്കി. കണ്ടോ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടോ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി തിരിച്ച് അങ്ങോട്ട് ഗഡ്സിൻ്റെ ആ ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയുള്ളത് ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു. നല്ല വെയിലായി ഇപ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ ഗഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് അങ്ങോട്ട്, ഇന്നലെ ഗംഗാരതി ഇവിടെ നടന്നതാണ്ട് ഈ ഭാഗത്താണ്. കണ്ടോ അവിടെ ആ പിള്ളേരുടെയൊക്കെ ഡാൻസും അങ്ങനത്തെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഇന്നലെ ഗംഗാരതി നടന്നത്. ഇതാണ് അസീഘട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു ആരതി നടക്കുന്നത്. ഇവിടെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ പോയ ആ ഭാഗത്തും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗഡ്സിൽ ചെറിയ രീതിക്കും നടക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഗംഗാരതി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ നേരെ തിരിച്ച് ഗഡ്സിൻ്റെയൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ പോവാം. തിരക്കുണ്ടോ? ഭയങ്കര തിരക്കാണ്, ട്രാഫിക്കാണ്. ഇവിടുന്ന് അകത്തോട്ട് വണ്ടിയൊന്നും അങ്ങനെ വിടത്തില്ലെന്ന് തോന്നുന്നു. ബാരിക്കേഡൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. പക്ഷേ ബൈക്കൊക്കെ പോകുന്നുണ്ട്. നേരത്തെ നല്ല തിരക്കായിട്ടുണ്ട്. വൈകിട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ മുന്നിട്ടുണ്ടോ കാറ്റൊക്കെ കുത്തിയിട്ടിട്ട് പൊട്ടിച്ചളങ്ങണ്ടോ. എന്തിനാണോ എന്താ കാണിക്കുന്നത്? ഒരുത്തന്നെ സൈക്കിളിൻ്റെ കാറ്റെല്ലാം കുത്തിപ്പിടിച്ചിട്ടുള്ളത് കണ്ടോ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ പിടിച്ചെടുക്കുന്നു. ഉണ്ടോ കുത്തിപ്പിടിച്ച് കളയുന്നു. എന്ത് സംഭവം എന്നറിയാൻ വേണ്ട. പോലീസുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ ഇവിടെ തിരക്ക് കണ്ടില്ല, ഭയങ്കര തിരക്കും ട്രാഫിക്കൊക്കെ. ഇവിടെ കുറേ ഫുഡിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ ലസ്സി ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ലസ്സി ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി മുമ്പോട്ടൊക്കെ നടന്ന് നോക്കിയിട്ട് വരാം, ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. നമ്മൾ താലി കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരു വെജ് താലി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ അവർ താലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് ചപ്പാത്തിയും പിന്നെ അതുപോലെ റൈസ് പിന്നെ അതുപോലെ കുറച്ച് കറി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സംഭവം. ഞാൻ ഇതുവരെ ട്രിപ്പിന് വന്നിട്ട് അങ്ങനെ താലി എങ്ങൊന്നും ഞാൻ അങ്ങനെ കഴിച്ചില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ താലി കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് താലി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ നമുക്കുള്ള താലി വന്ന് കണ്ടില്ലേ, റൈസ് ഉണ്ട്, പിന്നെ 4 ചപ്പാത്തി ഉണ്ട്. ഇത് ഉരുളൻകിഴങ്ങ് കറിയാന്ന് തോന്നുന്നു. തന്നെ ഉരുളൻകിഴങ്ങ് കറിയാണ്. ഇത് ദാൽ കറി. പിന്നെ ഇവിടെ കടലേൻ്റെ കറി. പിന്നെ അതിൻ്റെ കൂടെ ഒരു സവാളയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിന ചട്നിയോ മല്ലി ചട്നിയോ ഏതാണ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് താലിയിലുള്ളത്. നമുക്ക് താലി കഴിക്കാം. അങ്ങനെ താലിയൊക്കെ കഴിച്ചിട്ടിറങ്ങി. അടിപൊളി താലിയായിരുന്നു, നല്ല ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. വിഷമം കൂടെ ഇരുന്നുകൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരു ലസ്സി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നെറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി ഒരു ലസ്സി ഷോപ്പ് ഇവിടെ ഉണ്ട്, ബ്ലൂ ലസ്സി എന്നെന്തോ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ഷോപ്പ് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് നമുക്ക് അടിപൊളി ലസ്സി കുടിക്കും. ഇവിടെ കുറേ ഷോപ്പുകളിൽ ലസ്സി വിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ഷോപ്പ് അടിപൊളിയാണെന്ന് പറയുന്നത്. അങ്ങനെ അത് ലക്ഷ്യം വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരക്ക് കണ്ടില്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് കൂടുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ടെമ്പിൾ ഉള്ളതാണ്, ടെമ്പിളിലോട്ട് പോകണവർ ഇതെല്ലാം ഭയങ്കര തിരക്കാണ്. കണ്ടോ
ഇതിനിടയ്ക്ക് വണ്ടികളും ഒരുപാടുണ്ട്, ഇതിനിടയ്ക്ക് ബൈക്കുകൾ, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെയൊക്കെ പണിയൊക്കെ നടന്നു. ഇവിടെ ഒരുപാട് പേരൊക്കെയൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഞാൻ കണ്ടായിരുന്നു പേരൊക്കെ വെക്കുന്നത്. അല്ല, ഈ ബൈക്കുകളൊന്നും ഇങ്ങോട്ടില്ലായിരുന്നെങ്കിൽ സമാധാനം. ഇത് ഭയങ്കര ഹോണടിയൊക്കെ ഒന്നും കേൾക്കുന്ന പോലും ഇല്ല, ഭയങ്കര ഒച്ചപ്പാടാണ്. അല്ല, കീറി അടിക്കുന്നുണ്ടോ അങ്ങ് പോയാൽ മതി. എന്താണെന്നത് കുറേ കണ്ടില്ല. സൈഡിലൊക്കെ കുറേ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പുകളാണ്, പിന്നെ ഫുഡിൻ്റെയും ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ ഇവിടെ മൊത്തമുണ്ട്. നമുക്കപ്പോൾ നേരെ ലസ്സി ഷോപ്പിലോട്ട് നടക്കാം. ലസ്സിയുടെ ഷോപ്പ് തപ്പി ഏതാ ഊന്ന് വഴിയൊക്കെ എത്തിയുണ്ട്. മാപ്പിൽ ഇവിടെ അടുത്താണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഗല്ലിക്കകത്ത് എവിടെയോ ആണ്, നമ്മൾ അത് നോക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പല ഇടവഴിയിൽ നിന്നൊക്കെ പല ആൾക്കാർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ ഇതിനിടയ്ക്ക് അതാ ഭയങ്കര ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, വണ്ടികൾ വരുന്നതാണ്. ഏതാണ്ട് അടുത്തെത്താറ്. ഇവിടെ അടുത്ത് ഏതോ ഒരു ഷോപ്പാണ്. നമുക്ക് തിരക്കിനിടയിൽ അങ്ങോട്ടൊന്ന് മാറാം. ഭയങ്കര ഫോണടിയും ബഹളമാണ്, തള്ളും തിരക്കും ബഹളവും തന്നെ. നമ്മൾ ആ ഷോപ്പിലൊക്കെയുണ്ട്. ഇതാണ് ബ്ലൂ ലിസ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. ഈ ഷോപ്പിനകത്ത് എങ്ങനെ കയറും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഭയങ്കര തിരക്കാണല്ലോ. ഇതിൻ്റെ ലിസ്റ്റ് ഷോപ്പിലെ തിരക്കുണ്ട്, ഫുള്ള് ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. പിന്നെ അത് കണക്ക് തന്നെ ഇവിടുത്തെ ഭിത്തികളൊക്കെ കാണിച്ചു തരാം. ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്, ഫോട്ടോയും ഇവിടെ വരുന്ന ഒരു ഫോട്ടോയും, പിന്നെ അതുപോലെ തന്നെ അവരുടെ കുടിക്കാൻ കൊടുത്ത സ്പൂണിനകത്ത് ഇതുപോലെ പേരൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കുണ്ട്. ഇവിടെ ഫുള്ള് ഇതുപോലെ ഉണ്ട്. ഭിത്തി എല്ലാം കണ്ടില്ലേ, അങ്ങനത്തെ ആ ഭിത്തി വരെ ഉൾപ്പെടെ ഫുള്ള് നിറച്ചൊട്ടിച്ച് വെച്ചേക്കുണ്ട്. അതിന് കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നും ഇരിക്കില്ല, അല്ലെങ്കിൽ എടുത്തോണ്ട് ഒട്ടിച്ച് വെക്കായിരുന്നു ഇവിടെ. അതില്ലേ നല്ല രസമുണ്ട്. പിന്നീടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കെടുത്ത് നോക്കാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇതൊക്കെ പേര് എഴുതി വെച്ചേക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഏതോ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വരുമായിരിക്കും. ഇവിടെ ഭയങ്കര തിരക്കാണ്, ആരുമില്ല ഓർഡറൊന്നും എടുക്കാനായിട്ട്. നോക്കാം നമുക്ക് എന്തായാലും. ഇതുണ്ട് മിക്സ് ഫ്രൂട്ട് ലസ്സിയാണ്. ഇതിനകത്ത് പൊമഗ്രനേറ്റ് ഇട്ടിട്ടുണ്ട്, അതായത് നമ്മൾ അനാറിൻ്റെ മാതളം ഇട്ടിട്ടുണ്ട്, പിന്നെ പഴമുണ്ട്, പിന്നെ അടിയിലോട്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നല്ല അടിപൊളി ലസ്സി കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൈനാപ്പിളിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള ലസ്സി ഉണ്ട്, അടിപൊളി ലസ്സി. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ലസ്സി ഷോപ്പാണ്. ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ്, എല്ലാവരും വന്നിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ലസ്സി ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഫ്രൂട്ട് പഴമാണെന്ന് തോന്നുന്നുണ്ട്. ഈ പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, പൈനാപ്പിളും പിന്നെ ഈ ഒരു മാതളം കൂടെ വന്നപ്പോഴത്തേക്ക് അടിപൊളി. ഇതിന് എന്തൊക്കെയോ ചിരണ്ടി ഇട്ടിട്ടുണ്ട്, നമുക്ക് സാധനങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. ആപ്പിളൊക്കെ ഇട്ടിട്ടുണ്ട്. ലസ്സി ഉണ്ടാക്കുന്ന ചേട്ടനെ കണ്ടോ, ഈ പുള്ളിക്കാരനായിട്ടായിരുന്നു ലസ്സി ഉണ്ടാക്കുന്നത്. എൻ്റെ ലസ്സിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെ. ഇവിടെ അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ പുള്ളിക്കാരനാ തൈരൊക്കെ ഇങ്ങനെ കടഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ കുറേ വെറൈറ്റി ലസ്സി ഉണ്ട്. നമ്മൾ ലസ്സിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് റോട്ടിൽ, ഭയങ്കര ഹോണടിയും തിരക്കും ഇവിടെ മൊത്തം. അല്ല, ഇവിടെ നല്ല രീതിക്ക് ലസ്സി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഉണ്ട്, ഫോട്ടോയൊക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയും പിന്നെ അതുപോലെ തന്നെ പേരൊക്കെ എഴുതി സ്റ്റിക്കൊക്കെ എടുത്ത് ഒട്ടിച്ചിരിക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര ഇവിടെ റോഡിൽ ഭയങ്കര തിരക്കാണ്. ഒരു ചെറിയൊരു ഗല്ലിക്കകത്തായിരുന്നു, അത് കാരണം ഭയങ്കര തിരക്കും വേണം. നമുക്കിവിടുന്ന് ഇറങ്ങാം, പൈസ കൊടുത്ത് നമുക്കിവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം. സൈഡിലൊക്കെ ഉണ്ടല്ലേ ഫോട്ടോസൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. നമ്മളവിടുന്ന് ലസ്സിയും കുടിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി ഇങ്ങനെ ഗല്ലിക്കകത്തോടെ ഇങ്ങനെ നടന്നിട്ട് പോകണം. ഇവിടെയൊക്കെ കണ്ടില്ലേ കുറേ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ പോയി. കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ നീല കളറിൽ വരച്ച് വെച്ച് പശു കുത്തല്ലേ, അതാണ്ടോ അടിപൊളി ഫോട്ടോ അല്ലേ, നല്ല രസമില്ലേ കാണാൻ. ഇതുപോലെ കണ്ട് ഈ ഭിത്തിയിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഈ പോകുന്ന ഈ ഗല്ലിക്കകത്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ ആ റോട്ടിൽ കൂടെ വരുമ്പോഴത്തേക്കും ഇത് കാണത്തില്ല. ഉണ്ടോ ഇവിടെ ഒരുപാടുണ്ട് ഇതുപോലെ. നമ്മളിങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് കാണാം. കണ്ടോ ഇവിടെയൊക്കെ കുറേ പിക്ചേഴ്സ് വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ തട്ടിയൊക്കെ പോവുകയൊക്കെ ചെയ്തു. ഇവിടെയൊക്കെ ഫോട്ടോസൊക്കെ ഒരുപാട് വരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ.